വർക്കിംഗ് ഫ്രം ഓഫീസ് ആൻഡ് ഹാൻഡ്ലിംഗ് ദി ഹൗസ് ഹോൾഡ് അലോൺ ഇറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് ഈസി. അത് നല്ലോണം പ്ലാൻഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആഫ്റ്റർ എ പോയിന്റ് വി വിൽ ഹേറ്റ് അവർ സെൽഫ്. കാരണം നമുക്ക് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ലേറ്റർ ഓൺ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് റിക്വയർഡ് എ പ്രോപ്പർ പ്ലാനിങ് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ശരിക്കും എന്നെ ശ്രദ്ധിക്കാനും എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ ഒരു പ്ലാൻഡ് ആയിട്ട് പോകാൻ തുടങ്ങിയത് കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു മാനസിക സമാധാനമാണ് എനിക്ക്. അതിൻ്റെ കൂടെ ഒരു ജേണലും കൂടി എഴുതി കഴിഞ്ഞാണല്ലോ ഫുൾ ആ ദിവസത്തെ ക്ലാരിറ്റി കിട്ടിയ പോലെയാണ് എൻ്റെ മനസ്സിന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതെനിക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കണം എന്നുള്ളത് മസ്റ്റാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് മുട്ട പുഴുങ്ങിയത്, ബ്രോക്കോളി പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്, അതിൻ്റെ കൂടെ ഗ്രിൽഡ് സ്വീറ്റ് പൊട്ടറ്റോസ്, ഇത്രയേ ഉള്ളൂ. ഇതങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും യമ്മി ഹാപ്പി ടമ്മി ആൻഡ് ഹാപ്പി മീ എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ചപ്പാത്തിയുടെ ഡോ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ജസ്റ്റ് പരത്തി ചുട്ടാൽ മാത്രം മതിയായിരുന്നു. ഇതാണ് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നെക്കാട്ടിലും എക്സ്പേർട്ടായിട്ട് ഇത് ചെയ്യണ ഒരുപാട് പേര് ഇത് കാണണ്ടാവുമല്ലേ. അധികമായിട്ട് ഈ ഫീലിംഗിലേക്ക് എന്തുകൊണ്ടായി പറയണതെന്ന്. പക്ഷേ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, രാവിലെ എന്നോട് കാണിച്ച ഇതേപോലെ തന്നെ വൈകുന്നേരം വരുമ്പോൾ എന്നോടുള്ള ദയാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈവനിങ് റുട്ടീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ആരോഗ്യം ഉണ്ടാവും. അത് തന്നെ. ഇത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളുടെ ഫിഷ് ഒരാൾ മരിച്ചടി. അത് കണ്ടപ്പോൾ തന്നെ ഐശുവിൻ്റെ മുഖം അങ്ങോട്ട് വാടി. അത് കണ്ടാൽ പിന്നെ ഒരു ദിവസം എന്തോ ഒരു സങ്കടമായി പോയി, എന്താണെന്നറിയില്ല. അപ്പം ശരി, ഞാൻ ഓഫീസിൽ പോട്ടെ. ടേക്ക് കെയർ, ബൈ.